സ്വാതന്ത്ര്യ ലഹരി വിശുദ്ധ സുവിശേഷ യാത്ര വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് പോവാണ് ശ്രീയുടെ വീട്ടിലേക്ക്. നമ്മള് പോവാണ്. ഞാനുണ്ട്, ഐശ്വണ്ട്, ചിറ്റുണ്ട്, ശ്രീയുണ്ട്, ശ്രുതിയുണ്ട്, അമലുണ്ട്. ചുട്ടത്തിനെ കണ്ട് നമ്മള് തിരിച്ചു പോകണം. നമ്മള് തിരിച്ചു പോവുകയാണ്. തുറന്ന ജയിൽ കണ്ടു. അവിടെയാണ് ചപ്പാത്തി ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ചപ്പാത്തി പരത്തിയത് ഐശ്വര്യായിരുന്നു ആദ്യം. ഇവന്റെ തങ്കത്തിനായിട്ടായിരുന്നു ആദ്യം ഉണ്ടായി. പ്രസവമാണ് നമ്മുടെ പ്രസവം മാനെ കണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നുമില്ല. മാന ഒരു കൂട്ടിലടച്ചിട്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. പക്ഷെ അതിനൊക്കെ ഭയങ്കര ഒരു സംഭവമുണ്ട്. തുറന്ന ജയിലിലായിരുന്നു. അതിന്റെ മുകളിലാണ് തുറന്ന ജയിലിലോട്ട് നിറയെ മാനുണ്ട്. ഇത് മോഴം അവന്റെ അപ്പന് മോഴ. നമ്മളിപ്പം ആനക്കോട്ടിലോട്ട് പോവാണ്. നമ്മളിപ്പോ പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? കോട്ടൂർ. എവിടെയാണ്? ആനക്കോട്ടൂര്. ആനക്കോട്ടൂർ. അപ്പൊ ഇത്രയും സ്നാക്സ് ആയിട്ടാണ് നമ്മള് കോട്ടൂരിലോട്ട് പോണത്. വേറെ ഒന്നുമില്ല. പോണ വഴിക്കുന്ന നല്ല വിശപ്പായിരുന്നു. ടിറ്റുവിന്റെ വണ്ടി എടുത്ത് മാറ്റാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പോകുന്നത് ഹരിയുടെ കാറിൽ. ശ്രുതിയുണ്ട്. മിസ്സിസ് പെരേര. നമുക്കപ്പോ പോയി ആനയെ കാണാം. ഇനി ഇട്ട് പോടേ വേണ്ട, തണുക്കും. അപ്പം കോട്ടൂരിലോട്ട് പോവാം. കോട്ടൂരില്ലേ? കോട്ടൂർ. വർഷങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ ഇടാൻ പോകുന്നത്. നമ്മളിപ്പം കോട്ടൂര് പോവുകയാണ്. നെടുമങ്ങാട് അടുത്താണ്. ശ്രീഹരിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ശ്രീഹരിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. താഹയാണ്. ഇവിടെ നമുക്ക് 14 കിലോമീറ്റേഴ്സ് ആണ് ഉള്ളത്. നമ്മളിപ്പോ നല്ല ചെളിയും. ഗുണാക്കെ ഇതിലടിച്ചു മാപ്പ്. ഓക്കെ, നമുക്ക് ഇനി അവിടെ പോയിട്ട് വേറെ ഓർമ്മകൾ വരും. എസിയുടെ ഇത് കണ്ട ചുറ്റിന് ഓർമ്മകൾ വീണ്ടും വീണ്ടും പോണരും. ഓക്കെ, നമുക്ക് കോട്ടയിലെത്തിയിട്ട് ബാക്കി വീഡിയോ കാണാം. ഓക്കെ, ബൈ. ഓക്കെ, പറയാം. രണ്ടും ഒന്നിനൊന്നിനും മെച്ചം. ഇന്ന് ആഗസ്റ്റ് 15 ചെലവാനുള്ള സമയമായി. കോളേജിൽ വെച്ച് വണ്ടി ഓടിക്കുന്നു. ബൈക്കിന് ചേസ് ചെയ്യുന്നു. ഇവർ രണ്ടും കോളേജിൽ വെച്ച് ഇങ്ങനെ പോവുകയാണ്. ക്ലീനാണ്. പക്ഷെ ഞാൻ കേറൂലടാ, നിന്നെ കൊതിപ്പിക്കും. ചുറ്റും രണ്ട് കിളി പോണത് ശ്രീ ചേസ് ചെയ്യാം. കിളിയുടെ പോണ പക്ഷെ ചുറ്റിനെ ഞാൻ കൊതിപ്പിക്കും. ചുറ്റുവിന് ഇതൊന്നും കണ്ടാ കൊതി വരൂല. റോസ് പാണ്ടി. ഹലോ അല്ലേ ശ്രുതി? ഭാഗ്യം ഉണ്ടെങ്കിൽ അടുത്ത തവണ നമുക്കൊരു 7 സീറ്ററില്. അവളെവിടെ? പാർക്കിലേക്ക് നമുക്ക് പോകാം. അവിടൊക്കെ പോണ എന്തൊക്കെ വിളിച്ചോണ്ട് പോയ നമ്മൾ കോട്ടൂര് പോവാത്ത കാരണം എന്ന് വെച്ചാല് അവിടെ റോഡ് പണിയാണ്. കേട്ടോ കേക്കണോ? കൊഞ്ചി പറഞ്ഞ കഥ. ഓക്കെ, പറഞ്ഞ അപ്പൊ നമുക്ക് അടുത്ത മാൻ പാർക്കിലോട്ട് പോകാം. നമ്മള് അമലും കൂടെ തുറന്ന ജയിൽ. പ്രതികളെ തുറന്നിട്ടിരിക്കുന്ന തുറന്ന ജയിൽ. ഓ, ഇവിടെ ഇതിനകത്തൊന്നും ഇറങ്ങിയ അവരെ ലൈഫ് ലോങ് ഇവിടെ തന്നെയാണ്. നല്ല ഫോറസ്റ്റ് ഏരിയ കൂടെയാണ് നമ്മൾ സെല്ലൊന്നുമില്ല. ഫോറസ്റ്റിനകത്ത് താമസിക്കുന്നവരെ താമസിക്കാം. തുറന്ന ജയില് നമ്മൾ കണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴി നല്ല കാട് ഞാൻ കാണിച്ചു. സിംഹം വരും, പുലി വരും, വരും.
മാനുണ്ട്, മാനുണ്ട്, കഴുകുണ്ട്, മാനുണ്ട്, കഴുകുണ്ട്, പുലിയുണ്ട്, നെയ്യാറുണ്ട്. മാനെ കത്തിരിക്കുകയാണെന്ന് മക്കളെ. ഇങ്ങനെ കൂട്ടിട്ടിരിക്കുന്നേ അയ്യേ വെളിന്ന് നോക്കിട്ട് പോവാ. അതാണ് മാൻ പാർക്ക്. അയ്യോ പറഞ്ഞ അമല് ഇതാണ് കേട്ടോ. അമൽ അങ്ങനെ വന്നിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മള് ഹൈറ്റുള്ള മാൻ. ഈ കാട് നല്ല ഫോറസ്റ്റ് അല്ലേ? കാടാണ് അല്ലേ? ഇത് തോന്നുന്നില്ലേ കാട് നല്ല ഫോറസ്റ്റ് അല്ലേ? കാട് ഫോറസ്റ്റ് ഇല്ല പൊട്ട. വയ്യാട്ടോ തള്ള. വേറെന്തോ പ്രതീക്ഷിച്ചു, പക്ഷെ അന്ന് നമ്മൾ ചെന്നൈ പോയപ്പോലെ തൊട്ടടുത്തേക്കായിരുന്നു. അത് കാട്. ഇതിന്റെ ബാക്കിലോട്ട് നമ്മളിവിടെ മാനെ കണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നുമില്ല. മാന ഒരു കൂട്ടിലടച്ചിട്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. പക്ഷെ അതിനൊക്കെ ഭയങ്കര ഒരു സംഭവമുണ്ട്. തുറന്ന ജയില്. തുറന്ന ജയിലായിരുന്നു. അതിന്റെ മുകളിലാണ് തുറന്ന ജയില്. തുറന്ന ജയിലിലോട്ടോ നിറയെ മാനുണ്ട്. ഇത് മോഴമാൻ, കൊമ്പില്ല. അവന്റെ അപ്പന് മോനെ. അതിന്റെ പേരെന്തിരുന്നു? അതിന്റെ പേരെന്തിരുന്നു? വേഴാമ്പൽ. അതാണ് ഗൈസ് മലമുഴക്കി വേഴാമ്പൽ. അതെന്തുണ്ട്? അതിന്റെ അകത്ത് കയറാൻ പറ്റുമോ? ഒന്നുമില്ല, കറങ്ങിയപ്പുറത്ത് വരുന്നത്. നമുക്ക് മാന കാണാൻ പറ്റണം. അതാണ് മാൻ. ഇതാണ് മാൻ. ഇതാണ് മാൻ. ദൈഷു, അത് ശ്രുതി, അത് ചിറ്റു തങ്കാച്ച്. അമലാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അമലാണ് മുന്നിൽ പോകുന്നത്. ഇവിടെ ആന ഉണ്ടെങ്കിൽ നിർത്താം. ആനയുണ്ട്, ആനുണ്ട്, ആനുണ്ട്. നമ്മളെ കുഞ്ഞ് ലയൺ സഫാരി പാർക്ക്. പാർക്കിലാണ്ട് കുഞ്ഞ് ലയണിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവര് ബോട്ടിങ്ങിൽ ബോട്ടിൽ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന റോഡ് നമ്മൾ ബി കെയർഫുൾ ആയിട്ടാണ് പോകുന്നത്. ഇവിടെ പുലിയുണ്ട്, മെയിനായിട്ട് മാനുണ്ട്. പിന്നെ സിംഹം, കടുവ, ആന ഒന്നുമില്ല. അത്യാവശ്യം അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ അനിമൽസും ഈ ഒരു റൂട്ടിലുണ്ട്. നമ്മളെ കൂടെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അനിമൽ. ബാക്കി രണ്ടുപേരും നമ്മളെ ഫോളോ ചെയ്യുന്നത്. നമ്മള് സൈഡ് വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കും. ബോട്ട് പോകുന്നുണ്ട് ഗായ്സ്. ബോട്ട് പോകുന്നുണ്ട്. ഒരു കുളക്കൊക്കെ മുങ്ങി. ഇത് ഫ്ലോപ്പായി. വരുന്ന ഒന്നിച്ചിരിക്കുന്നു ഗായ്സ്. എന്തിനാണ് ഇവിടെ നിർത്തിയ ഗായ്സ്? എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഗായ്സ്? നമുക്ക് വണ്ടി ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് നടക്കാം. കാട്ടിക്കൂടെ നടക്കാന്നുള്ള ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ആണ്. പക്ഷെ നമ്മൾ നോക്കി കണ്ട് ഇറങ്ങാവും, ഇല്ലെങ്കിൽ പുലിയോ ആനയോ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഇൻ ദിസ് ഏരിയ. ആന ഉണ്ട്, ആന ഉണ്ടെങ്കിൽ നമ്മളിവിടെ നിർത്തും. പക്ഷെ ആനയില്ല, ചങ്ങല കിടക്കണം. ആനയില്ല, ചങ്ങല ഉണ്ട്. നമ്മൾക്ക് വിചാരിക്കാം ആന ഉണ്ട്. കുളിക്കാൻ പോയി. കുളിക്കാനല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾക്ക് ആന പോയേക്കുവാണ് ഗായ്സ്. എന്തിനാണെന്ന് അറിയത്തില്ല കറക്റ്റ്. നമ്മൾ പോകുന്ന വഴിയാണെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ലൊട്ടാത്തിനെ കണ്ട് നമ്മള് തിരിച്ചു വന്നു. നമ്മള് തിരിച്ചു പോവുകയാണ്. തുറന്ന ജയിൽ കണ്ടു. അവിടെയാണ് ചപ്പാത്തി അമ്മന് പറഞ്ഞ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ചപ്പാത്തി പരത്തിയത്. ഐശ്വര്യായിരുന്നു ആദ്യം. ഇവന്റെ തങ്കത്തിനായിട്ടായിരുന്നു ആദ്യം ഉണ്ടായി. പ്രസവ പണ്ണനെ കൂടെ പ്രസവം അഴുക്ക ആൾക്കാര് വ്ളോഗൊന്നും എടുക്കാൻ കൊള്ളൂല. തന്തയ്ക്കും തലക്കൊക്കെ വിളിക്കണം.
ഓക്കെ, അപ്പൊ നമ്മള് മാനെ കണ്ടു. ഇനി അടുത്ത നമുക്ക് മയിലിനെ കാണാൻ പോവാം. ഇനി ഇവിടെ മാനെ കണ്ട് മക്കളെ നമുക്ക് ഇനി എന്തിന് പോണം? എവിടെ പോണം? ഡാമിൽ ഡാമിൽ ഇനി പോവാം. നമ്മൾ നെയ്യാർ ഡാമിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെയ്യാർ ഡാം കാണാം. ഡാമിന്റെ റിസർവർ ഡാമിന്റെ ഇത് അനുക്കോലം. നമുക്ക് അപ്പുറത്തിറങ്ങാം. റോഡൊക്കെ ഭയങ്കര ഒരു ഫ്ലോപ്പാണ്. റോഡ് ഭയങ്കര ഏത് നിമിഷവും നമ്മൾ ആനിമൽസ് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള റോഡാണ്. ഇവിടെ മാനല്ലേ ഉള്ളൂ. നമ്മൾ എങ്ങനെ ഇവിടെ എന്തോ എന്നാണ് ഇപ്പൊ ഹരി പറഞ്ഞേക്കുന്നത്. ചീങ്കന്നിയും മൊജലയും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് റിസ്ക് ആയിട്ടുള്ള വഴി കൂടെ പോകുന്നത്. പിന്നെ ബോട്ടിൽ കാണിച്ചു തരാം. വലിയ ബോട്ട് പോകുന്നുണ്ട്. നിറം ഗൈസ്. ഇത് സ്പീഡ് ബോട്ട് അല്ല ഗൈസ്. ബാക്ക് ക്യാമറ ഓണാക്കും. ഓക്കെ, നമുക്ക് ബാക്ക് ക്യാമറ ആണ്. അപ്പോ നമ്മള് വിചാരിച്ച 2 സ്ഥലത്തും പോയി. 2 സ്ഥലവും ഫ്ലോപ്പ് ആയില്ല. ഒന്ന് അത്യുഗ്ര സ്ഥലങ്ങളായിരുന്നു. മാൻ പാർക്ക് നൈസ്. മാന നമുക്ക് അടുത്ത് നിന്ന് കാണാം. 5 കിലോമീറ്റർ ദൂരെ നിന്ന് നമുക്ക് മാന കാണാം. 8 കിലോമീറ്റർ ദൂരെ നിന്ന് അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമ്മള് ഒരു ഡാമിന്റെ ഒരു അമലിതോ ആടി 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 പോവുകയാണ്. ജയനാരായണ ഗോകുൽ. 1 മിനിറ്റ് ആടാ, 1 മിനിറ്റ്. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ താല്പര്യമില്ല. ഓക്കെ, നമുക്ക് നാളെ നീ ഇറങ്ങണം. നാളെ ഒരു അവധി വീഴണം. ഇറങ്ങിയേ പറ്റും. അവിടെ കുളിക്കാനൊക്കെ പറ്റും കേട്ടാ. ചേച്ചിയായിരുന്നു കുളിക്കുന്നു. ചേട്ടാ മിണ്ടാ. ഇങ്ങനെ ബോട്ട് പോയിട്ടാണല്ലേ? ഈ ബോട്ട് എവിടെ നിന്ന് പറഞ്ഞാളിയാ? ഓക്കെ, നെയ്യാർ ഡാമിൽ എന്ന് പറഞ്ഞ ബോട്ടാണ്. ഓക്കെ, ഓക്കെ, എല്ലാം കവർ ചെയ്താണ് പറഞ്ഞു. ഓക്കെ. നമ്മൾ ഇതുവരെ ബോട്ടിൽ പോയിട്ടില്ലല്ലേ? ഇവിടെ പോയിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇതിന് പ്രാന്തായെന്നാണ് തോന്നുന്നത്. ഇത് പെട്ടെന്ന് ഇത് കല്ലാറിൽ കണ്ടില്ലായിരുന്നു. ഓ, എന്ത് കല്യാണിൽ കല്ലണ്ടത്? ബ്രോ പ്രാന്തായി വെള്ളത്തിന്. എടാ ചുറ്റു മിനിറ്റ് ആരെയാണ് ചുറ്റു? അത് നമ്മ ഓക്കെ, സിറ്റുവും ഐശ്വര്യകാതിന്റെ പങ്കാളികളാണ്. ശാന്തി വൈൻഡപ്പ് ചെയ്തിട്ട് പോവാം.